ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ് ബീച്ചിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വിശേഷങ്ങൾ കാണാം. ആദ്യം തന്നെ ദക്ഷക്കുട്ടിയുടെ മുടിയൊന്ന് കെട്ടുന്ന പരിപാടിയിലേക്കാണ് പോയത്. ആദ്യം ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചു, ഒരു ബണ്ണ് പോലെ. പിന്നെ എനിക്കതെന്തോ സെറ്റായ പോലെ തോന്നിയില്ല. പിന്നെ ഞാൻ അഴിച്ച് മാറ്റി ഇതുപോലെ ജസ്റ്റ് ഒരു ഹൈപ്പോണി കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഫേസിൽ കുറച്ച് ഫൗണ്ടേഷൻ, വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കണ്ണ് മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഡാസ്ലറിൻ്റെ ഒരു കാജൽ വെച്ചിട്ടാണ് എഴുതി കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് ഐഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഐലൈനർ വെച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കുഞ്ഞി പൊട്ടും വെച്ചു. അപ്പം അവളുടെ സെറ്റായി. പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് സാദാ ചെയ്യുന്ന പോലെ ലോഷൻ ഇട്ടു. പിന്നെ സൺസ്ക്രീൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഈവനിങ് ഒരു 3 മണി 3:30 ആകുമ്പോഴാണ് ഞാൻ മാറ്റുന്നത്. അപ്പം ആ ഒരു ടൈമിൽ വെയിലൊക്കെ കണ്ടിട്ടാണ് സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തത്. പക്ഷേ ഞങ്ങൾ ബസ്സൊക്കെ പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് 6 മണിയായിട്ടുണ്ട്. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. BB ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൺസീലർ വെച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പൗഡർ എടുത്തിട്ട് ഒന്ന് മുഖത്ത് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലിപ് ബാം യൂസ് ചെയ്തു. പിന്നെ ലിപ് ലൈനർ വരച്ച് സാധാ യൂഷ്വൽ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ കണ്ണ് ഞാൻ മുകളിലും താഴെയും എഴുതുന്നുണ്ട്. അത് കണ്ണാടി നോക്കിയിട്ടാട്ടോ എഴുതി. പൊട്ടും വെച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞാൻ കമ്മലൊക്കെ ഇട്ടു, മുടിയൊക്കെ കെട്ടി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ദക്ഷക്കുട്ടിയുടെ ലുക്ക് കണ്ടോ. ഞാൻ മുടി പിന്നെ അവൾക്ക് അഴിച്ചിട്ടു, അത് അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു മുടി കെട്ടിയത്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്ലാക്കിലാണ് സെറ്റ് ചെയ്തത്. ഇതാ നമ്മുടെ യദുക്കുട്ടൻ ഒക്കെ റെഡിയായി താഴെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, ചേട്ടനും. അപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞു. അവനിതാ ഹായ് പറയുന്നുണ്ട്. പിന്നെ ദക്ഷക്കുട്ടി ഞങ്ങളും കൂടി ബസ് കാത്ത് നിൽക്കുവാണ്. ഞങ്ങൾ ബസ്സിനാണ് പോയത്, അവർ വണ്ടിക്കും. പിന്നെ ബസ്സൊക്കെ പിടിച്ച് ഞങ്ങൾ മാനാഞ്ചിറ എത്തി. അവിടുന്ന് ഒരു ഓട്ടോ കയറി നേരെ ബീച്ചിലേക്ക് വിട്ടു. അങ്ങനെ അമ്മയും ചേച്ചിയും ചേട്ടനും മോനും എല്ലാം നേരത്തെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുള്ള സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങി. ഇത് വളരെ ഹാപ്പി ആയിരുന്നു. അവൻ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ. വെള്ളത്തിൽ കാലൊക്കെ വയ്ക്കുന്ന സമയത്ത് ആളുടെ ഒരു ചിരി കാണണം. ഭയങ്കര സന്തോഷമായിരുന്നു. അവനിങ്ങനെ എന്താ പറയുക, വളരെയധികം എൻജോയ് ചെയ്തു. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾ ഭയങ്കര ചിരിയും കളിയായിരുന്നു. നമ്മുടെ ദക്ഷക്കുട്ടിയും വളരെയധികം ഹാപ്പി ആയിരുന്നു. അവൾ കുറേ സമയം ഇറങ്ങി കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെരുപ്പൊക്കെ ഊരി വെച്ച് വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ചേട്ടനും ചേച്ചിയും മോനും എല്ലാം കൂടി ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. സാധാരണ അവരൊരുമിച്ചുള്ള ഫോട്ടോസ് അങ്ങനെ കിട്ടാറില്ല. ഇപ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ഞാനും അനിയത്തിയും ആണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒത്തുകൂടി വളരെയധികം എൻജോയ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ വരുമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഞങ്ങളെല്ലാവരും തിരക്കുകൊണ്ട് ഒന്നും പറ്റാറില്ല. ഈ വെക്കേഷൻ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നപ്പം ഞങ്ങളങ്ങനെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ അധികം സമയം കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഒന്നാമതേ ലേറ്റായി. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഫുഡ് അടിക്കാൻ ഇറങ്ങി. ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത് അവരെല്ലാവരും ഐസ്ക്രീം വാങ്ങി. ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോനും കൊടുത്തില്ല, ജസ്റ്റ് അതിൻ്റെ കവറ് മാത്രമേ ഉള്ളൂ കേട്ടോ, മറ്റൊന്നും കൊടുത്തില്ല. പിന്നെ അവന് അവിടുന്ന് ഒരു ആനേനെ വാങ്ങി, ലൈറ്റൊക്കെ കത്തുന്ന തരത്തിൽ. പിന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും പേരക്ക, കൈതച്ചക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വില പേശി നടക്കുക കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടേക്ക് കയറി. എന്താണെന്നൊക്കെ ഒന്ന് കാണാമല്ലോ, അറിയാമല്ലോ. എന്തായാലും ബീച്ച് വരെ വന്നതാണ്. ഇവിടെ അടുത്തൊരു ഫെസ്റ്റ് നടന്നിട്ട് കയറാതെ പോയില്ലേ ശരിയാവില്ലല്ലോ. ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മിഠായില്ലേ. അമ്മ പറയും അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന മിഠായിയാണെന്ന്. അമ്മ കുറച്ചെണ്ണം വാങ്ങുകയും ചെയ്തു. പിന്നെ ഒരുപാട് ഫുഡിൻ്റെയൊക്കെ ഏരിയാസ് ഉണ്ടായിരുന്നു. ഡ്രീം കേക്കിൻ്റെ ഉണ്ടായിരുന്നു, ബജ്ജി ഇതൊക്കെ കിട്ടുന്നത്. അപ്പോഴാണ് അനിയത്തിയും കിച്ചുവും കൂടി, കിച്ചു പറയുന്നത് അനിയനാണ്, രണ്ടുപേരും കൂടെ റൈഡ് കയറിയത്. എനിക്ക് കയറുമ്പോഴേ ഉറപ്പായിരുന്നു
അവൾക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ ആദ്യം അവൾ പറഞ്ഞു വലിയ കുഴപ്പമില്ല. പിന്നെ കണ്ണടച്ച് എന്താ പറയുക, ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കയറിയിട്ട് പണി പാളി. പിന്നെ ഞാനും മോളും കൂടി ഒരു തീവണ്ടിയുടെ സംഭവത്തിൽ കയറി. അത് മോൾക്ക് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മോനെയും കൊണ്ട് കൂടെ കയറിയതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് റൗണ്ടൊന്നും മോന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പോകെ ഒരു ലാസ്റ്റ് 3 റൗണ്ടൊക്കെ ആയ സമയത്ത് അവനാകെ പേടിയായി തുടങ്ങി. എൻ്റെ കൈയൊക്കെ മുറുക്കി പിടിച്ചിരുന്നതിനോട് പറഞ്ഞു പേടിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഏകദേശം കഴിയാറായി, ഞാൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറത്ത് ചേച്ചീനെയും ചേട്ടനെയും അമ്മേനെയും ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വേറെ റൈഡുകൾ. പലതിലും കയറണമെന്ന് ദക്ഷയ്ക്കും ഒക്കെ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇത്ര മതി എന്ന്. പിന്നെ ഇത് നമ്മൾ എറിഞ്ഞിട്ട് സമ്മാനം വാങ്ങുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ നടന്നു, ബീച്ച് തൊട്ടിട്ട് മാനാഞ്ചിറ വരെ നടന്നു. അവിടുന്ന് ബസ് പിടിച്ചിട്ടോ ബസ്സില്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള നടപ്പാണ്. ദക്ഷക്കുട്ടിയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിടന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടി. എന്തായാലും ഒരു 9 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞു.